ജീവിതം ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല. ഒരു നിമിഷം സന്തോഷം, അടുത്ത നിമിഷം വിഷാദം. എന്നാൽ എന്ത് സംഭവിച്ചാലും നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. ഇവയാണ് ബുദ്ധൻ ഉപദേശിച്ച തത്വങ്ങൾ. ബുദ്ധന്റെ ഉപദേശപ്രകാരം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മെ എത്രത്തോളം ബാധിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഒന്നാമതായി, ഇംപെർമനൻസ്. നിങ്ങൾ ഈ മനോഹരമായ കടൽ കാണുന്നില്ലേ? എന്നാൽ അതിലെ തിരമാലകൾ സ്ഥിരമായി നിലനിൽക്കുമോ? തിരമാലകൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും അത് പിന്മാറുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റത്തിനിടയാകുന്നു. എല്ലാം മാറും. സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഈ സത്യം അംഗീകരിക്കുമ്പോൾ വേദനയും ആശങ്കയും കുറയും. അതിനാൽ വിഷാദത്തിലും അടിമപ്പെടാതെ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ ധനം, ബന്ധങ്ങൾ എല്ലാം നിലനിൽക്കാത്തവയാണ്. ഈ ബോധ്യം മനസ്സിലാക്കിയാൽ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന കുറയ്ക്കാനാകും. രണ്ടാമത്, നോൺ സെൽഫ്. നിങ്ങൾ ഒരു 10 വർഷം മുമ്പുള്ള ആള് തന്നെയാണോ ഇപ്പോൾ? നിങ്ങളുടെ ചിന്തകൾക്കും രൂപത്തിനും ഇപ്പോൾ മാറ്റം വന്നിട്ടില്ലേ? ഞാൻ എന്ന് പറയുന്നതൊന്നും സ്ഥിരമായതല്ല. നമ്മുടെ മനസ്സും ശരീരവും അനന്തമായ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു വ്യക്തി ഞാനൊരു വലിയ ബിസിനസ്സുകാരനെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം ആ ബിസിനസ് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ തിരിച്ചടി വലുതായിരിക്കും. ഞാൻ എന്നത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത്തരം നഷ്ടങ്ങൾ ജീവിതത്തിൽ അധികം ബാധിക്കില്ല. നമ്മുടെ മനസ്സും ശരീരവും മാറ്റങ്ങളുടെ ഒരു ഒഴുക്കാണ്. മൂന്നാമത്, സഫറിങ് എക്സിസ്റ്റ്. ജീവിതം ദുഃഖത്താൽ നിറഞ്ഞതാണെന്ന് ബുദ്ധൻ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കാനാണ്. ദുഃഖം നമ്മെ വളർത്തുന്നു, നന്നാക്കുന്നു. ദുഃഖം അകറ്റാൻ ശ്രമിക്കരുത്, അത് മനസ്സിലാക്കുക. അതിനകം ദുഃഖം ഒരു ഭാരമാകില്ല. അപ്രതീക്ഷിത നഷ്ടങ്ങൾ, രോഗം, പ്രിയപ്പെട്ടവരുടെ മരണം, ഒറ്റപ്പെടൽ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ചിലരിൽ അത്യാഗ്രഹം കൊണ്ടും ദുഃഖമുണ്ടാകാം. വലിയൊരു കാർ വേണം, അല്ലെങ്കിൽ വലിയൊരു വീട് വേണം. ഈ ആഗ്രഹം നിറവേറുമ്പോൾ ആനന്ദം ലഭിക്കും. നിറവേറിയില്ലെങ്കിലോ ദുഃഖം. അതിനാൽ ആഗ്രഹങ്ങൾ നിയന്ത്രിച്ചാൽ ദുഃഖം കുറയ്ക്കാം. നാലാമത്, ഇക്വാനിമിറ്റി. വികാരങ്ങളുടെ അടിമകളാക്കാതിരിക്കുക. സന്തോഷം കിട്ടിയാലും ദുഃഖം വന്നാലും മനസ്സിനെ സ്ഥിരതയോടെ നിലനിർത്തുക. ലാഭം, നഷ്ടം, പുകഴ്ത്തൽ, നിന്ന, സന്തോഷം, ദുഃഖം എന്നിവ ഒരേ തോതിൽ കാണണം. പലരുടെയും ജീവിതം മുഴുവൻ വികാരങ്ങളിൽ അകപ്പെട്ടിരിക്കും. മറ്റുള്ളവർ അവരെ പുകഴ്ത്തുമ്പോൾ സന്തോഷിക്കും, വിമർശിക്കുമ്പോൾ നിരാശപ്പെടും. എന്നാൽ സന്തുലിത മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ വലിയ ബാധ്യതയാവില്ല. ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ കാണാൻ പഠിക്കുമ്പോൾ ഒന്നും നമ്മെ വശീകരിക്കില്ല. അഞ്ചാമത്, വിസ്ഡം, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ശരിയായ ജ്ഞാനമില്ലെങ്കിൽ ജീവിതം വിഷമമായിരിക്കും. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. സമൃദ്ധി, ദാരിദ്ര്യം, സന്തോഷം, ദുഃഖം എല്ലാം നമ്മുടെ കർമ്മഫലമാണ്. നമ്മുടെ ജീവിതം നമ്മളാണ് നിർമ്മിക്കുന്നത്. ഒരു ബിസിനസ് വിഫലമായാൽ പലരും അതിൻ്റെ കാരണങ്ങൾ തേടാതെ ദുഃഖത്തിലാവും. എന്നാൽ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ പുതിയ ശ്രമങ്ങൾ നടത്താൻ കഴിയുന്നു. ആറാമത്, ഡിറ്റാച്ച്മെന്റ്. എൻ്റെ എന്ന ഭാവത്തെയും അനാവശ്യ ബന്ധങ്ങളെയും ഉപേക്ഷിക്കുക. ഡിറ്റാച്ച്മെന്റ് എന്നത് ഒരു കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കലിലല്ല, മറിച്ച് അതിനോടുള്ള അമിതമായ ആസക്തി കുറയ്ക്കലാണ്. ഒരു ബന്ധം, ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഇവ കൈവിടരുതെന്നല്ല, പക്ഷേ അതിൽ നിർബന്ധമായി പതിയിരിക്കരുത്. എല്ലാ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അതിനാൽ അത് ശരിയായ സമയത്ത് സ്വാഭാവികമായി സംഭവിക്കും. അതിനാൽ അതിനോടുള്ള പിടിവാശിയും അമിതമായ ആഗ്രഹവുമാണ് ഉപേക്ഷിക്കേണ്ടത്. ഒരു ബന്ധത്തിലോ പ്രണയത്തിലോ വിരോധമല്ല ഡിറ്റാച്ച്മെന്റ്, പക്ഷേ അനാവശ്യമായ പ്രതീക്ഷകളും നിയന്ത്രണവും അമിതമായ ആശങ്കകളും ഒഴിവാക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. പ്രണയത്തിലും സ്നേഹത്തിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അതാണ് അവയുടെ യഥാർത്ഥ സൗന്ദര്യം. ഒരു അമ്മ തൻ്റെ മകനെ വളർത്തുമ്പോൾ അവൻ താൻ നിർദ്ദേശിക്കുന്ന വഴിയിൽ മാത്രം പോകണമെന്ന ആഗ്രഹത്തോടെ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കുട്ടിയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും.
എന്നാൽ അമ്മ അവനെ സ്വാഭാവികമായി വളരാൻ അനുവദിച്ചാൽ അവർക്കും കുട്ടിക്കും ഒരുപോലെ ആന്തരിക ശാന്തിയും സന്തോഷവും ലഭിക്കുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക. ദേഷ്യം, പ്രതികാരം, അസൂയ എന്നിവ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കും. ആർക്കെങ്കിലും സഹായം ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം നമ്മെ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കും. ഒരു സുഹൃത്ത് നമ്മെ അവഗണിച്ചാൽ ദേഷ്യപ്പെടേണ്ടതില്ല. അവൻ ചിലപ്പോൾ സ്വന്തം പ്രശ്നങ്ങളിലായിരിക്കാം. കാരുണ്യത്തോടെ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കൂടുതൽ കരുണ നമ്മുടെ മനസ്സിനെ വിഷമത്തിൽ നിന്ന് മോചിപ്പിക്കും. ദേഷ്യത്തേക്കാൾ കരുണയെ തിരഞ്ഞെടുക്കുകയും പ്രതികാരത്തേക്കാൾ ക്ഷമയെ സ്വീകരിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആരും വിഷമിപ്പിക്കില്ല. 8, പേഷ്യൻസ്. ക്ഷമയില്ലാത്തവർ ജീവിതത്തിൽ ദുഃഖവും ആകുലതയും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നു. ദുർഘടമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നേടുക. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം അത് നല്ല വിളവായി മാറുന്നു. എന്നാൽ വിത്ത് വിതയ്ക്കുന്ന അടുത്ത നിമിഷം തന്നെ വിജയിക്കണമെന്ന് കരുതിയാൽ നിരാശയാകും ഫലം. ക്ഷമയോടെ മുന്നോട്ട് പോകുന്നവർ പിന്നീട് ജീവിതത്തിൽ വിജയിക്കുന്നു. 9, മെഡിറ്റേഷൻ. മനസ്സിനെ കൂടുതൽ ആശങ്കകളിൽ നിന്ന് മോചിപ്പിക്കാൻ സകലത്തിലും ഉന്നതമായ മാർഗം ധ്യാനമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ ധ്യാനം ഉപകരിക്കും. നിരന്തരമായ ചിന്തകളും ഭയങ്ങളും കുറയുന്നു. മനസ്സിന്റെ ചിന്തകൾക്കപ്പുറം പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു. 10, കർമ്മ. എല്ലാ പ്രവർത്തികൾക്കും ഫലമുണ്ട്. സുഹൃത്തിനെ വഞ്ചിച്ചാൽ തത്സമയത്ത് ആനന്ദമാകാം, പക്ഷേ ഭാവിയിൽ അതിൻ്റെ ഫലങ്ങൾ തിരിച്ചടിയാകാം. നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ജീവിതം തനിയെ നല്ലതാകും. ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണിത്. നല്ല വിത്ത് വിതച്ചാൽ നല്ല വിളവ് കിട്ടും. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ട്. നല്ലത് ചെയ്യുക, നല്ലതേ സംഭവിക്കൂ. മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ഫലം തിരിച്ചടിയാകാം. ഈ തത്വങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദുഃഖം, വിഷാദം, ആശങ്ക എന്നിവ വഷളാകുന്നില്ല. എന്ത് സംഭവിച്ചാലും മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. ജീവിതം ഒന്നേയുള്ളൂ. അതിനാൽ ജീവിതം മനസ്സിലാക്കി ശാന്തിയോടെ മുന്നോട്ട് പോകാം.